ഹലോ, ഇന്ന് എൻ്റെ ഈവനിങ് സ്റ്റഡി വ്ലോഗ് കണ്ടാലോ? വൈകുന്നേരം മിക്ക ദിവസം എൻ്റെ പഠനം ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ കാണിക്കാം. 4 മണി തൊട്ടിട്ടുള്ള ഒരു പഠനമാണ് കേട്ടോ കാണിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ചൊന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് അപ്പോൾ ഒരു ചായയൊക്കെ ഇട്ടിട്ട് പഠിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പഠിക്കാനായിട്ട് എടുക്കുന്നത് മലയാളമാണ്. ഇത് SCERT സ്പെഷ്യൽ മലയാളം നോട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ടല്ലോ, അവരുടെ ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുത്തതാണ് കേട്ടോ. അവർ PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളതാണ്. അതാണ് ഈ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല നോട്ടാണ് കേട്ടോ ഇത് അവരുടെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടെലിഗ്രാം ചാനലാണ് മലയാളം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടെലിഗ്രാം ചാനലാണ്. ഒരുപാട് ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ മലയാളം പഠിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനലാണ്. അപ്പോൾ അവരുടെ നോട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എക്സാമിനൊക്കെ ഏതെങ്കിലും ഒരു എക്സാമിന് പോണതിൻ്റെ മുമ്പ് ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ അമ്മമാരായിട്ടുള്ള PSC ആസ്പിറൻസിനെ പോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇടയിലൂടെ ഓരോ ശ്രദ്ധ തിരിയുന്ന കാര്യങ്ങൾ. അതായത് എൻ്റെ മോളുണ്ട് അടുത്ത്, അവളും ബുക്ക് എടുത്തിട്ട് വന്നിട്ട് ഓരോന്ന് എഴുതുന്നതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ. അപ്പോൾ ഇടയ്ക്ക് അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവരെ അവോയ്ഡ് ചെയ്തിട്ടും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതും ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ശ്രദ്ധ തിരിയുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് തുണികളൊക്കെ രാവിലെ അലക്കിയിട്ടതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ പുറത്ത് വന്നിരുന്നു പഠിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, ഭയങ്കര ചൂടാണ് റൂമിൻ്റെ ഉള്ളിൽ. പഠിക്കാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാലും കൂടി നമ്മൾ വേർക്കും, അത്രയും ചൂട്. അപ്പോൾ മുറ്റത്ത് വന്നിരുന്ന് ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കും കേട്ടോ. ഒരു പ്രീവിയസ് ഇയർ ബുക്കാണിത്, ടാലൻറ്റിൻ്റെ തന്നെ നല്ല ബുക്കാട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബുക്കാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളും കൂടി നോക്കാമെന്ന് വെച്ചിട്ട് അത് നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കാനും പോയിട്ട് ഒരു ദിവസം പോലും നനയ്ക്കാതിരിക്കാൻ പറ്റില്ല, അത്രയും ചൂടല്ലേ. ചെടികളൊക്കെ ചിലത് വാടുന്നതും കൂടിയുണ്ട്. അപ്പോൾ ചെടികളെയും നോക്കണത് കൊണ്ട് തന്നെ എനിക്ക് രണ്ടും ഒരുപോലെ ആയിട്ട് എനിക്ക് ബുക്ക് പഠിക്കാനുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അവരെ നോക്കാതിരിക്കാറില്ല കേട്ടോ. അത് നോക്കും. പക്ഷേ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാട്ടോ ചെടികൾക്കൊക്കെ സർവൈവ് ചെയ്ത് വരാൻ. പിന്നെ ഞാൻ നേരെ സിറ്റ് ഔട്ടിൽ കയറിയിരുന്ന് ഈ വൊക്കാബ് സ്പീഡിയുടെ PYQ ബുക്കാണ് നോക്കുന്നത്. പിന്നെ എനിക്കൊരു ടോപ്പിക്കായിട്ടൊന്നും ഇരുന്ന് പഠിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് PYQ നോക്കാം എന്ന് വെച്ചിട്ട് 1 വേർഡ് മാത്രമേ ഉള്ളൂ, റിലേറ്റഡ് ഫാക്ട്സ് ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നോക്കി പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. മോളാണെങ്കിൽ മുറ്റത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും നോക്കാം, പഠിക്കുകയും ചെയ്യും, ഇടയ്ക്ക് അവൾ കളിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോഴാണെങ്കിൽ പാമ്പിൻ്റെയൊക്കെ കാലമല്ല, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതും പറയുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ചെടീൻ്റെ ഇടയിൽ പോയിട്ട് ഇലകളും ഒക്കെ നുള്ളിയെടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെ നേരെ ഇരുട്ടായി. 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയിരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടാ. ഉള്ളിൽ ഞാൻ റാങ്ക് ഫയലാണ് പഠിച്ചത്. ഇപ്പോൾ നവോത്ഥാന നായകന്മാരാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങൾ ആ ഒരു ടോപ്പിക്ക് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സിലബസിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സിലബസ് പ്രിൻ്റ് എടുത്തത്. LGS ഞാൻ പറഞ്ഞില്ല എൻ്റെ ഏകദേശം സിലബസ് തീരാനായിന്ന്. അപ്പോൾ അത് ഞാനൊന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തീരും. പിന്നെയും ഞാൻ കുറച്ചിങ്ങനെ നീട്ടി കൊണ്ടുപോകും കേട്ടോ. കുറച്ച് പതുക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് വേറെയും കുറേ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് ഇത് തീരാത്തത്. അതെല്ലാം നമ്മൾ 2 ദിവസം 3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ റാങ്ക് ഫയൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പക്ഷേ വളരെ ചെറിയ പോർഷനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം എൻ്റെ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാത്സിൽ മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗം മാത്രം നോക്കാനുണ്ട്. അപ്പോൾ അത്രയാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു സിലബസ് തീരാനായതിൽ ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാട്ടോ. അത് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി കുറച്ച് SCERT ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട് പുതിയതായിട്ട് പഠിക്കാനൊക്കെ, അങ്ങനെ അതൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ രാത്രി പിന്നെ ഞാൻ അതിരുന്നിട്ടാണ് പഠിക്കുന്നത്. ഇതിപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ ഉള്ള ഒരു ഈവനിങ് സ്റ്റഡി വ്ലോഗ് ആയതുകൊണ്ടാട്ടോ ഈ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റണേ. അതിപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്, ഒരു 7:30 ആവാനായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സമയം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയമായിരിക്കും കേട്ടോ. ഒരു 7 മണി തൊട്ട് 8 മണി വരെ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് എനിക്കൊന്നും നോക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് പരമാവധി മുതലെടുക്കുകയാണ് ഈ സമയം. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സ്കൂൾ തുറക്കുന്നവരെ ഈ ഒരു സമയം എനിക്ക് പഠിക്കാൻ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഇത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ അത് കഴിഞ്ഞ് കിച്ചണിൽ പോയി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്
പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അടുക്കളയിൽ പണിയെല്ലാം ഒരുക്കിയിട്ടാട്ടോ പഠിക്കായിരുന്നു. അപ്പോഴേക്കും സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ SCERTയിൽ ഈ ഒരു ചാപ്റ്റർ കൂടി റിവിഷൻ ചെയ്തിട്ട് പിന്നെ ഞാൻ കിടന്നോട്ടെ. കിടക്കാൻ നേരം കുറച്ച് വീഡിയോ ക്ലാസ് കൂടി കണ്ടായിരുന്നു. അപ്പോൾ 10:30 വരെയാണ് ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചെറിയ ഈവനിങ് സ്റ്റഡി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും തരണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.